പുതുപ്പള്ളിയോടുള്ള വൈരാഗ്യം ഉമ്മൻചാണ്ടിയോടുള്ള CPM-ന്റെ വൈരാഗ്യത്തിന് തുടർച്ചയായി ഇന്ന് നിൽക്കുകയാണ്. BJP-കാരെന്നുള്ളതുകൊണ്ട് അവർ ഈ നാട്ടുകാരല്ല, അവർക്ക് അവരുടെ അവകാശമുണ്ട്. അവർക്ക് എന്റെ വീട്ടിലേക്ക് സമരം ചെയ്യാൻ ഞാൻ പോലീസിനോട് പറഞ്ഞത്, ഞാൻ എന്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു, അവരിവിടെ വരട്ടെ, അവർ സമരം ചെയ്യട്ടെ, അവരെ തടയണ്ട എന്നാണ് ഞാൻ പോലീസിനോട്. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഈ ഗവൺമെന്റ് പുതുപ്പള്ളിയോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ എത്ര അവഗണിച്ചാലും CPM-ന് തോൽപ്പിക്കാനാവത്തില്ല. UDF അധികാരത്തിലേക്ക് വരുന്നതിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇപ്രാവശ്യം എത്ര സീറ്റ് നേടി വരാൻ സാധ്യത? സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി, UDF-ന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഞങ്ങൾ തീയതി നിശ്ചയിക്കാൻ പോകും. ദൃശ്യ ചാനൽ അവതരിപ്പിക്കുന്ന MLA സ്പീക്കിംഗ് എന്ന പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിലാണ്. പുതുപ്പള്ളി മണ്ഡലത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലം എന്തായിരുന്നു വികസന പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് നമുക്ക് MLA ചാണ്ടി ഉമ്മനോട് ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം. കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ 2.5 വർഷക്കാലമാണ് സാർ യഥാർത്ഥത്തിൽ ഒരു MLA എന്നുള്ള രൂപത്തിൽ നിന്നത്. ആ കാലഘട്ടത്തിൽ നടന്നൊരു വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിക്കും. എല്ലാ പഞ്ചായത്തിലും കോടിക്കണക്കിലേറെ രൂപയുടെ റോഡുകളുടെ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ നടന്നിട്ടുള്ള കാലയളവാണ്. പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഈ ഗവൺമെന്റ് പുതുപ്പള്ളിയോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ഗവൺമെന്റ് പ്രവർത്തിക്കാൻ പാടില്ല. കാരണം പുതുപ്പള്ളി കേരളത്തിലല്ല എന്നുള്ള സമീപനമാണ് ഗവൺമെന്റ് എങ്കിൽ, കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന പോലെ ഈ മണ്ഡലത്തോടും കേന്ദ്രം കേരളത്തിനോട് അങ്ങനെ അവഗണന കാണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. വ്യത്യസ്ത അഭിപ്രായം. കാരണം എന്താ അറിയോ, കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് അവഗണന കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിനോട് അവഗണന കാണിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ കേരളം നേരെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇതേ അഭിപ്രായം പറയുന്നവർ ഇപ്പം അവർ പറയുന്നത് അവഗണിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ അതേ അഭിപ്രായം പറയുന്നവർ പുതുപ്പള്ളിയിൽ എന്താ കാണിക്കുന്നത്? നമുക്കിപ്പോൾ പോവാം. ഒരു പണി തീരാത്ത മിനി സിവിൽ സ്റ്റേഷനെ എൻ്റെ പിതാവിൻ്റെ പേരിട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അദ്ദേഹത്തെ അവമാനിക്കാൻ വേണ്ടിയല്ലേ? പണി പൂർത്തീകരിച്ചില്ല. പണി 5 വർഷമായിട്ട് അനക്കാതെ വെച്ചിരിക്കുക. എന്നിട്ട് പെട്ടെന്ന് ഇലക്ഷൻ ആയ ഒരു ഉദ്ഘാടനം, എന്നിട്ട് അടുത്ത ഘട്ടത്തിന്റെ പ്രവർത്തനം ആരംഭവും. ഒന്നും ചെയ്യാതിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഉദ്ഘാടനം നടത്തുക. അവിടെയാണ് ഞാൻ പ്രതിഷേധിച്ചത്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഗവൺമെന്റിനെ ശക്തമായി പ്രതിരോധിക്കുന്നതിന് കാരണം ഉമ്മൻചാണ്ടിയെ ജീവിച്ചിരുന്നപ്പോഴും അല്ലാത്തവരും അവമാനിക്കുകയാണ്. ഇപ്പോൾ പുതുപ്പള്ളി പഞ്ചായത്ത് ഒരു തീരുമാനമെടുത്തു. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ റോഡ് ചേർത്ത് ഒരു സ്ക്വയർ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടെന്ന് തീരുമാനിച്ചു. സർക്കാർ അനങ്ങിയിട്ടില്ല, സർക്കാർ എതിർത്തു. ഇതാണ് ഉമ്മൻചാണ്ടിയോടുള്ള വൈരാഗ്യം. അത് CPM-നും കൂട്ടർക്കും ജീവിതകാലം മൊത്തം. അതാണ് ഈ വൈരാഗ്യം ഈ മണ്ഡലത്തോട് ഇന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ തലപ്പാടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അവിടെ ഇപ്പോഴും ഒന്നും ചെയ്യാൻ തയ്യാറായിട്ടില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ പാറേക്കടവ് പാലം, കമ്പനിക്കടവ് പാലം എല്ലാം തകർത്തിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പാമ്പാടി സിവിൽ സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ്, അതിന്റെ പണി തുടങ്ങിയിട്ടില്ല. 3 വർഷം മുമ്പ് തറക്കല്ലിട്ടതാണ്. അപ്പം പുതുപ്പള്ളിയോടുള്ള വൈരാഗ്യം ഉമ്മൻചാണ്ടിയോടുള്ള CPM-ന്റെ വൈരാഗ്യത്തിന് തുടർച്ചയായി ഇന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പുതുപ്പള്ളിയിൽ ടാറിംഗ് നടത്തുന്നില്ല, ചങ്ങനാശ്ശേരിയിൽ ടാറിംഗ് നടത്തും, കോട്ടയം വരെ ടാറിംഗ് നടത്തും, പുതുപ്പള്ളിയിൽ ടാറിംഗ് നടത്തുന്നില്ല. പലതവണ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് തികച്ചും ഇതിന്റെ പേരിൽ ശക്തമായ ഉമ്മൻചാണ്ടിയോട് കാണിക്കുന്ന ഈ ഒരു അവഗണനയിൽ ശക്തമായ പ്രതിഷേധം ഇനിയും ഉണ്ടാവും എന്റെ ഭാഗത്ത്. നിയമസഭയിൽ ഈ കാര്യം എല്ലാം ഉന്നയിച്ചതാണ്, ഇതെല്ലാം കാണിച്ചതാണ്. അപ്പൊ ഈ സർക്കാർ എന്താ പറയാ, അറ്റ്ലീസ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും തരുന്നില്ലേ കേരളത്തിന്? അതേ പറഞ്ഞേ അവഗണന ഇല്ലെന്ന് പറഞ്ഞു. പുതുപ്പള്ളി മണ്ഡലത്തിന് MLA ഫണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളതാണ്. അത്രേ ഉള്ളൂ. കിഫ്ബി പറയുന്നത് എന്റെ ഫാദറിന്റെ കത്ത് പ്രകാരം ഒരു ബിൽഡിംഗ് ചെയ്തു. ഇവിടെ എത്ര കോടി രൂപയുടെയാണ് ചെലവ് കിഫ്ബി ചെയ്തിരിക്കുന്നത്? ഒരു ബിൽഡിംഗ് ചെയ്തിട്ടാണോ? ആ കണക്കാണ് ഇവിടെ പറഞ്ഞു നടക്കുന്നത്. അത് എന്റെ പിതാവ് കൊടുത്ത കത്തിന്റെ പേരിൽ. അപ്പൊ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ എത്ര അവഗണിച്ചാലും CPM-ന് തോൽപ്പിക്കാനാവത്തില്ല, തോൽപ്പിക്കാനാവത്തില്ല. ഈ മത്സരത്തിലേക്ക് പോകുമ്പോൾ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? അല്ല, മണ്ഡലത്തിലെ വികസന പ്രവർത്തനം നിങ്ങൾക്കറിയാം. ഞങ്ങള് ഇപ്പം അസാപ്പ് ഉദ്ഘാടനം ചെയ്തത് എന്റെ സമയത്താണ്. കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. എല്ലാ സ്ഥലത്തെ അസാപ്പ് പൂർത്തീകരിച്ചതിന് ശേഷം ഏറ്റവും അവസാനത്തെ അസാപ്പ് സ്കിൽ ഡെവലപ്മെന്റ് പാർക്ക് ആയിട്ട് കൊണ്ടുവന്നത് ഇപ്പോഴാണ്. ഞാൻ MLA ആയതിനു ശേഷം, ഞാൻ MLA ആയതിന് 4-5 മാസത്തിന് ശേഷമാണ് തുടങ്ങിയത്. ഞാൻ ചോദിക്കുന്നത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തുടങ്ങിയ പരിപാടി, അതിന്റെ ഫണ്ട് കൊണ്ടുവന്നപ്പോൾ
എല്ലായിടത്തും പൂർത്തിയായി, ഇവിടെ മാത്രം പൂർത്തിയാക്കിയത് ഇപ്പോഴാണ്. ആണോ അല്ലയോ? അപ്പൊ എന്റെ ഫണ്ടിൽ നിന്ന് ഞാൻ അലോട്ട് ചെയ്യുന്നത് മാത്രം ഡെവലപ്മെന്റ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് എന്താ കാര്യം? അതല്ലല്ലോ. അതിപ്പോ ഏത് MLA-ക്കും ഫണ്ട് ചെലവാക്കാൻ സാധിക്കും, അതിൽ കാര്യമില്ല. സംസ്ഥാന സർക്കാർ എല്ലാ മണ്ഡലങ്ങൾക്ക് കാണിക്കുന്ന അവഗണനയെക്കാട്ടി മണ്ഡലത്തോട് അവഗണന കാണിച്ചിട്ടുണ്ട്. അതായിരിക്കും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ UDF ഗവൺമെന്റ് വന്നോട്ടെ, UDF അവസരം കിട്ടട്ടെ, അന്ന് നമ്മൾ തെളിയിക്കും എന്താണ് വികസനം എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസം BJP നടത്തിയ ഒരു സമരത്തിനിടയിലേക്ക് അങ്ങ് ഓടിച്ചെന്ന് അവരുമായി സൗഹൃദം സമരത്തിനൊന്നും ഞാൻ കയറിയിട്ടില്ല. സമരത്തിന് ശേഷം അവരുമായി സൗഹൃദ സംഭാഷണം നടത്തുന്നതിനിടയിലാണ് ചെറിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഒരു പ്രശ്നമില്ല. എന്ത് പ്രശ്നം ഉണ്ടായി? അവിടെ സമരത്തിന് ശേഷം അവരെല്ലാം ചിരിക്കുന്ന, അവരെല്ലാം സന്തോഷിക്കുന്ന ഫോട്ടോസ് ഞങ്ങളുടെ നാട്ടുകാരല്ലേ, അവർക്ക് കൈ കൊടുത്തതിന് എന്താ കുഴപ്പം? പിന്നെ അതിൽ ചില പുതുപ്പള്ളിക്കാരല്ലാത്തവർക്ക് അതൊരു ശേഷം ഒരു അനിഷ്ടം തോന്നി, അതവര് പറഞ്ഞോട്ടെ. ഞാനത് കേൾക്കാൻ റെഡിയാ, എന്റെ കൈ തുറക്കത്തില്ല. നമ്മൾ എന്തും ജനത്തിലൂടെ നിൽക്കും. തീർച്ചയായിട്ടും BJP-ക്കാരെന്നുള്ളതുകൊണ്ട് അവർ ഈ നാട്ടുകാരല്ല, അവർക്ക് അവരുടെ അവകാശമുണ്ട്. അവർക്ക് എന്റെ വീട്ടിലേക്ക് സമരം ചെയ്യാൻ. ഞാൻ പോലീസിനോട് പറഞ്ഞത്, ഞാൻ എന്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു, അവരിവിടെ വരട്ടെ, അവർ സമരം ചെയ്യട്ടെ, അവരെ തടയണ്ട എന്നാണ് ഞാൻ പോലീസിനോട് പറഞ്ഞത്. കേസെടുക്കാൻ പാടില്ല, ഇങ്ങോട്ട് വരേണ്ട കാര്യം, നിങ്ങൾ വരേണ്ട കാര്യമില്ല ഞാൻ പോലീസിനോട് പറഞ്ഞത്. അവർ വന്ന് അവരുടെ വികാരം പ്രകടിപ്പിക്കട്ടെ, അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പറഞ്ഞോട്ടെ. അതിനുശേഷം അവർ സമരം കഴിഞ്ഞതിന് ശേഷം അവർക്കൊന്ന് കൈ കൊടുത്തതിന് ഇത്രയും വലിയൊരു, അവരെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതല്ല, അവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തത്. കാരണം അവരുടെ വിഷയങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു, അത് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ശ്രമിക്കാം പരിഹരിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കൈ കൊടുത്തത്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിക്കണമെന്നുള്ള നിലപാട് താങ്കൾ മുന്നേ പറയുകയുണ്ടായി. എന്റെ നിലപാടല്ല അത്, എനിക്കങ്ങനെ നിലപാടില്ല. എനിക്കങ്ങനെ നിലപാടില്ല. എനിക്കങ്ങനെ നിലപാടില്ല. എന്റെ ഫാദറിന്റെ നിലപാട് ഞാൻ പറഞ്ഞു. എന്റെ ഫാദറിന്റെ നിലപാട് അങ്ങനെ നിലപാടുണ്ടെങ്കിലും, അങ്ങനെ നിലപാട് എനിക്ക് എന്റെ ഫാദറിന്റെ നിലപാടുണ്ടെങ്കിലും, ഇപ്പൊ പാർട്ടി പറയുക ഒരു കുടുംബത്തിൽ 2 പേരോ 3 പേരോ യോഗ്യരാണെന്ന് പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ ആരാ എന്റെ പാർട്ടിയെ തിരുത്താൻ? അപ്പൊ അത് ഉമ്മൻചാണ്ടിയുടെ വിജയമാണ്. കാരണം ഒരു കുടുംബത്തിൽ തന്നെ പലരും വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയെ കണ്ട് തീരുമാനിക്കുന്നത്, അവരെ കണ്ടിട്ട് തീരുമാനിക്കുന്നതല്ല, എന്നെ കണ്ടിട്ടോ എന്റെ കുടുംബത്തിലെ അംഗങ്ങളെ കണ്ടിട്ട് തീരുമാനിക്കുന്നില്ല. അവരെല്ലാം ഉമ്മൻചാണ്ടിയെ പ്രതീക്ഷിച്ചിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ വിജയമാണ്. പരാജയം അറിയാമെന്നറിയാവോ? ഉമ്മൻചാണ്ടിയെ എതിർത്തവരുടെ എല്ലാം പരാജയമാണ് CPM-ന്റെ അടക്കം. അപ്പൊ കാഞ്ഞിരപ്പള്ളിയിലും പുതുപ്പള്ളിയിലും ഒരു മത്സരരംഗത്തേക്ക് നമുക്ക് ഈ കുടുംബത്തോട് കാണാം. അതെനിക്കറിയില്ല. നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങള് പാർട്ടി തീരുമാനിക്കൂ? അതെല്ലാം പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പൊ പാർട്ടി പറയുകയാണ് യോഗ്യരാണെന്ന് പറഞ്ഞാൽ അത് യോഗ്യരാണ്, നമുക്കെന്താ പ്രശ്നം? പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതേസമയം പാർട്ടിയുടെ തീരുമാനത്തെ ഞാൻ എതിർക്കത്തില്ല. എന്റെ നിലപാട് ഇതാണ്. പക്ഷെ പാർട്ടി പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ 2 പേര് അല്ലെ ആരെങ്കിലും മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയുടെ വിജയമായിട്ട് ഞാൻ കണക്കാക്കി അംഗീകരിക്കും. ഓക്കെ. UDF അധികാരത്തിലേക്ക് വരുന്നതിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇപ്രാവശ്യം എത്ര സീറ്റ് നേടി വരാൻ സാധ്യത? സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രിയുടെ, UDF-ന്റെ മുഖ്യമന്ത്രിയുടെ ആ സത്യപ്രതിജ്ഞ പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഞങ്ങൾ തീയതി നിശ്ചയിക്കാൻ പോകും ഉടനെ തന്നെ. പുതുപ്പള്ളിയിലെ ഭൂരിപക്ഷം എത്രത്തോളം ഉയരും? അത് ജനങ്ങൾ തീരുമാനിക്കണം. ഞാൻ ജയിക്കണോ, അത് വേറെ ആരെങ്കിലും വേണോ, അല്ലെങ്കിൽ ഞാൻ മത്സരിക്കണമെന്ന് ആദ്യം പാർട്ടി തീരുമാനിക്കണം. ജയിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. ഭൂരിപക്ഷം ഒന്നും ഞാൻ പറയില്ല, ജനങ്ങളുടെ പുറത്താണ്. ഓക്കെ, താങ്ക് യു. ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച്